നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടയും നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളൊരു അടിപൊളി 4 മണി പലഹാരമാണ്. നമുക്ക് നോക്കാം അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് നമുക്ക് കുക്കിംഗ് ഓയിൽ, സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. അടുത്തത് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അര ടീസ്പൂൺ വനില പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ വിനീഗർ. അടുത്തത് ഇതിലേക്ക് അര ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കണം. ചെറു ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അടുത്തതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. ഇതുണ്ടാക്കാൻ 2 നേന്ത്രപ്പഴമാണ് വേണ്ടത്. നമുക്ക് തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്യാം. ഒരു ഫ്രൈ പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇതുപോലെ വിതറി കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഓരോന്നായി നിരത്തി വയ്ക്കുക. ഒരു ഫ്രൈ പാനിന് മുകളിൽ മറ്റൊരു ഫ്രൈ പാൻ വയ്ക്കുക. നേരിട്ട് ചൂടടിക്കാതിരിക്കാനാണ്. പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. 1 സൈഡ് വേവിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ 4 മണി പലഹാരം ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടും.
എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോയുമായി ഇനിയും വരാം. അതുവരയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ.